നമ്മൾ പലപ്പോഴും കരുതിയേക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം കുഞ്ഞുങ്ങളെ ഒരു കസേര ഇരുത്തുക, കുറേ ഫ്ലാഷ് കാർഡ്സ് വെക്കുക, കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുക, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് അവരെ ചെയ്യുക. സോ ഇത് അവരുടെ സ്പീച്ചിനെ വലിയ രീതിയിലൊന്നും ഇമ്പ്രൂവ് ചെയ്യത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ ദേ ലേൺ ടു ടോക്ക് വൈൽ ബ്രഷിങ്, ബാത്തിങ്, ഈറ്റിംഗ് ആൻഡ് പ്ലേയിങ്. ഇതിനെയാണ് നമ്മൾ ഇംപ്ലിസിറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇംപ്ലിസിറ്റ് ലേണിങ്ങിലൂടെ നമ്മുടെ ലാംഗ്വേജ് അക്വിസിഷൻസ് നമുക്ക് നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ എന്താണ് ഇംപ്ലിസിറ്റ് ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ്റെ എബിലിറ്റിയാണ് ടു ലേൺ വിത്തൗട്ട് ബീങ് ടോട്ട്. അതായത് നമ്മൾ കോൺഷ്യസ്ലി പഠിപ്പിക്കാതെ തന്നെ നമ്മുടെ ബ്രെയിൻ പല കാര്യങ്ങളും പിക്ക് ചെയ്ത് എടുക്കുന്ന ഒരു സ്കില്ലാണ്. സോ ഒരു ഉദാഹരണത്തിന് നമ്മളൊരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നില്ല നമ്മുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ പ്രഷർ കുക്കറിൻ്റെ സൗണ്ട് കേൾക്കുമ്പം അത് അവർ റെക്കഗ്നൈസ് ചെയ്യാനൊന്നും നമ്മൾ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ഡ്രോയർ ഓപ്പൺ ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കുന്നില്ല. എങ്ങനെ കുഞ്ഞുങ്ങൾ ഇതൊക്കെ പഠിക്കുന്നത്? ലേൺഡ് ഇറ്റ് ഇംപ്ലിസിറ്റ്ലി, അതായത് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും, അല്ലെങ്കിൽ വീണ്ടും ഡൂയിങ് ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ ഇൻ എ ഡെയിലി ലൈഫ്. ഓക്കെ, എക്സാക്ട്ലി ഇത് എന്താ പറയുക, ലാംഗ്വേജിൻ്റെ കേസിലും സെയിം ആണ്. സോ ഇംപ്ലിസിറ്റ് ലേണിങ്ങിലൂടെ നമുക്ക് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതിന് 3 കാര്യങ്ങൾ വളരെ അത്യാവശ്യമാണ്. ഒന്നാമത്തെ കാര്യം മീനിങ് ഫുൾനെസ് വേണം, രണ്ടാമത്തെ കാര്യം ഒരു ഇമോഷണൽ കണക്ടിവിറ്റി വേണം, മൂന്നാമത്തെയാണ് റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള പ്രാക്ടീസ്. സോ ഇത് 3 നമ്മൾ നമ്മുടെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്ങിൽ ഇൻകോപ്പറേറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, അതായത് ഫുഡ് കഴിക്കുമ്പോൾ, ഡ്രസ്സ് ഇടുമ്പം, കുളിക്കുമ്പം. ഇപ്പം ഉദാഹരണത്തിന് കുളിക്കുമ്പം ഞാൻ എന്താ പറയുക, വാട്ടർ ഓൺ ഹെഡ്, അല്ലെങ്കിൽ തലയിൽ വെള്ളം ഒഴിച്ചു, ചൂടുവെള്ളം, തണുത്ത വെള്ളം, അങ്ങനെ നമ്മൾ ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യുക അല്ലേ. ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനിൻ്റെ ഈ ഇംപ്ലിസിറ്റ് ലേണിംഗ് സ്കിൽ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യുകയും കുഞ്ഞുങ്ങളുടെ കോംപ്രിഹെൻഷനും റിസപ്റ്റീവ് ലാംഗ്വേജ് സ്കിൽസും എക്സ്പ്രസീവ് ലാംഗ്വേജ് സ്കിൽസും എല്ലാം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കാനായിട്ട് പറ്റും. സോ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്ന ADL സ്കിൽസിൽ സ്പീച്ച് ഗോൾസ് ഇൻകോപ്പറേറ്റ് ചെയ്യിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുക.